ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പാരസെറ്റാമോൾ ഏത് ഗുളികയാണേലും സാരമില്ല, അതിൻ്റെ കവർ ഉണ്ടല്ലോ, നമ്മൾ ഗുളികയൊക്കെ കഴിഞ്ഞ് കവർ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗുളിക നമുക്ക് തയ്യാറാക്കാം. അതിനകത്ത് വയ്ക്കാനുള്ള ഗുളികയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ഡിഷ് വാഷ് അതൊഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് മൂന്നും കൂടെ ചേരുമ്പം നല്ല ഒരു എഫക്റ്റാണ് ഈ ഗുളികയ്ക്ക്. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് പാത്രം തേച്ച് കഴുകിയെടുക്കാൻ. ഇത് നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗുളികയുടെ കവറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രീസറിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടയായിട്ട് കിട്ടും, ഗുളികയുടെ രൂപത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനെടുത്ത് പാത്രം കഴുകാം. അപ്പോൾ പാത്രം കഴുകാമെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രബ്ബറിനകത്ത് ഒരു ഹോളിട്ടിട്ട് അതിനകത്തോട്ട് കയറ്റി ആ ഗുളിക അതിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് പാത്രത്തിന് സോപ്പ് ഒക്കെ അലിഞ്ഞു പോകത്തേയില്ല. ഇത് ആവശ്യത്തിന് നമുക്ക് ഇപ്പം ഫ്രീസറിൽ വെച്ചെടുത്തപ്പോഴത്തേനും ഗുളികയുടെ രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇളക്കി ഒരു ഡപ്പയിലൊക്കെ അടച്ച് നമുക്ക് ഫ്രീസറിനകത്ത് വെച്ച് സൂക്ഷിക്കുകയും ചെയ്യാം, ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. അടുത്തതും അതേപോലെ തന്നെ ഒഴിച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് എത്ര കുന്നോളം പാത്രം ഉണ്ടെങ്കിലും ഇത് വെച്ച് നമുക്ക് എല്ലാം പെട്ടെന്ന് തേച്ചിടാം. ചുമ്മാ സോപ്പ് നോക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും ഡിഷ് വാഷും കൂടെ ആയതുകൊണ്ട് പാത്രമൊക്കെ നല്ല വെള്ളി പോലെ തിളങ്ങുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ കുപ്പി പ്ലേറ്റ് അതൊക്കെ ആണെങ്കിൽ നല്ല കറ പോയിട്ട് നല്ല രീതിയിൽ വെളുത്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡപ്പയ്ക്കകത്തിട്ട് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാം. അപ്പോൾ ഇതേപോലെ ഇളക്കിയെടുക്കുമ്പോഴത്തേനും ഗുളികയുടെ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് 2 മാത്രം മതിയാവും നമുക്ക് ഇന്നത്തെ പാത്രം കഴുകുന്നതിന്. എന്നാലും നമുക്ക് അതിനകത്ത് ബാക്കി അധികം വരികയും ചെയ്യും. അപ്പോൾ സ്ക്രബ്ബറിനകത്ത് ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗുളിക അതിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. രണ്ടെണ്ണം മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ. അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല പത വരും ഇതിനകത്തുനിന്ന്. ഉണ്ടോ? അപ്പോൾ എത്ര പാത്രം ഉണ്ടെങ്കിലും നമുക്കത് 2 മാത്രം മതി കഴുകിയെടുക്കാൻ. അപ്പോൾ സോപ്പിനകത്ത് ചുമ്മാ മുക്കിയെടുക്കുകയും വേണ്ട. പ്രത്യേകിച്ച് ഡിഷ് വാഷും വിനാഗിരിയും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പാത്രം തേക്കുമ്പം തന്നെ നമുക്ക് നോക്കാം, നല്ല രീതിയിൽ നല്ല വെട്ടി തിളങ്ങുന്നുണ്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് പാത്രത്തിലെ കറയെല്ലാം പോയി കിട്ടും. അതേപോലെ തന്നെ പ്ലേറ്റൊക്കെ കഴുകുന്നതിന് നല്ല ഒരു സാധനമാണ് ഈ ഗുളിക. നമുക്ക് ഈ ഗുളികയുടെ രൂപത്തിൽ ഉണ്ടാക്കി തേക്കുന്നതിനൊക്കെ എളുപ്പമാണ്. അതേപോലെ തന്നെ കുപ്പി ഗ്ലാസ്സൊക്കെ നല്ല വെട്ടി തിളങ്ങുമെന്ന് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ബലമൊന്നും പ്രയോഗിക്കേണ്ട. അതേപോലെ തന്നെ പ്ലേറ്റ് ഞാൻ കാണിച്ചു തരാം. തട്ടെല്ലാം കൊണ്ടാണ്ട വെറുതെ ഒന്ന് തേക്കുമ്പം തന്നെ നമുക്കതിൻ്റെ ആ തിളക്കം അറിയാൻ പറ്റുന്നുണ്ടോ. അതേപോലെ ഈ പ്ലേറ്റ് അതേപോലെ നനച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പത അതിനകത്തുനിന്ന് കിട്ടുകയും ചെയ്യും. നല്ല പതയൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതേപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.